ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമ്മെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയുമ്പോഴും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങള്, പ്രതികൂലത്തിന്റെ ഓരോ സാഹചര്യങ്ങള് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മറ്റുമില്ലാത്ത വിശ്വസിച്ചാല് ദൈവത്തിന് മഹത്വം ദർശിക്കുമെന്ന് നമ്മളോട് പറഞ്ഞ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടി ഞാനുണ്ടെന്ന്. തീർച്ചയാണ് നമ്മൾ കടന്നു പോകുന്ന വേദനകള്, ദുഃഖങ്ങള്, ഓരോ ശമനങ്ങൾ ഇല്ലാതെ പോകുന്ന സാഹചര്യങ്ങള് തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റമില്ലാത്ത ആ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളും നമുക്ക് സമർപ്പിക്കാം. ജെറമ്യാ പ്രവാചന പുസ്തകം 30:18 അവിടുന്ന് പറയുന്നുണ്ട്, യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗത്തെ ഞാൻ പുനഃസ്ഥാപിക്കും, അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം കാണിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് ഞാൻ വീണ്ടും പണിയപ്പെടും, കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കുമെന്ന്. നമ്മുടെ കുടുംബങ്ങളുടെ ഭാഗതയെ ദൈവമായ കർത്താവ് പുനഃസ്ഥാപിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വാസസ്ഥലങ്ങളോട് ദൈവം കാരുണ്യം കാണിക്കുന്ന സമയമാണ്. നമ്മുടെ നഗരം അത് എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന്, നാശത്തിന്റെ കുമ്പാരത്തിൽ നിന്ന് പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ ജീവിക്കുന്ന ആ ഒരു മേഖലകളില് ഒരുപക്ഷെ കുടിലായിരിക്കും, കൊട്ടാരമായിരിക്കാം, അത് അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും, പണിയപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് വിശ്വസിക്കാം. ദൈവമേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാല് ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ മേഖലകളിലും, കർത്താവെ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും കർത്താവിന്റെ വലിയ സാന്നിധ്യം, കർത്താവിന്റെ വലിയ അനുഗ്രഹം കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചന പുസ്തകം 43:18-19 ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ, ഞാൻ വിജനമായ ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം വിജനമായ ദേശത്ത് ഒരു പാത, മരുഭൂമിയിൽ നദികള്. പക്ഷെ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ദുഃഖിക്കുകയോ വേദനിക്കുകയോ അല്ല പരിഗണിക്കുകയോ വേണ്ട. ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. കാരണം യേശുവിനെ തേടി കണ്ടെത്തിയവരെ അവരെല്ലാവരും അത്ഭുതം അനുഭവിച്ചവരാണ്. ഇതുപോലെ കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന വഴികളില്, ഞങ്ങൾ കണ്ടുമുട്ടുന്ന മേഖലകളില് കർത്താവിന്റെ വലിയ അനുഗ്രഹം, കർത്താവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഓരോ നിമിഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ കടന്നു പോകുന്ന വഴികളില് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട്, കണ്ടുമുട്ടുന്ന മക്കളില് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, യേശുപിതാവിന്റെ കരങ്ങളിലേക്ക്, തൃത്വ കൂട്ടായ്മയിലേക്ക് ലോകമെമ്പാടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ, തിരുരക്തത്തിന്റെ സംരക്ഷണം, വിശുദ്ധ കുരിശിന്റെ മുദ്ര, യേശു നാമത്തിന്റെ ശക്തിയാല് വചനത്തിന്റെ കൊട്ടകെട്ടി, പ്രത്യേകിച്ച് ശക്തൻ ആയുധധാരിയായിട്ട് കൊട്ടാരത്തിന് പുറത്തു നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്ന പോലെ ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ സംരംഭങ്ങളും ഞങ്ങൾ കാണുന്നവര്, കേൾക്കുന്നവര്, അറിയുന്നവര് കർത്താവ് ഞങ്ങളുടെ വചനത്തിന്റെ ശക്തിയാല് കൊട്ടകെട്ടി അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ അനുഗ്രഹത്തിന്റെ നാമം നമ്മെ, നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് നേരാം.